നെക്സ്റ്റ് ഈസ് അശോക് മേത്ത കമ്മിറ്റി. അശോക് മേത്ത കമ്മിറ്റിയെക്കുറിച്ചും അതുപോലെ ഹനുമന്ത് റാവു കമ്മിറ്റിയെക്കുറിച്ചുമാണ് പറയുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അശോക് മേത്ത കമ്മിറ്റിയാണ്. അതുപോലെ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ അശോക് മേത്ത കമ്മിറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് കേരളമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. ആരാണ്? EMS നമ്പൂതിരിപ്പാട് അല്ലേ. അപ്പോൾ ഈ കമ്മിറ്റിയിലെ ഒരു അംഗമായിരുന്നു നമ്മുടെ EMS നമ്പൂതിരിപ്പാട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് നോക്കി വയ്ക്കുക. അതുപോലെ ഈ കമ്മീഷൻ വന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1977 1977 ഡിസംബറിലാണ് ഇതിൻ്റെ രൂപീകരണം. അതുപോലെ തന്നെ ഒരു വർഷം കഴിഞ്ഞ് 1978 ഓഗസ്റ്റിലാണ് റിപ്പോർട്ട് സമർപ്പണം നടക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ജനതാ പാർട്ടിയാണ് അല്ലെങ്കിൽ ജനതാ ഗവൺമെൻറ്റാണ് എന്ത് ചെയ്തത് 1977 അശോക് മേത്ത കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അശോക് മേത്ത കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തത് ആരാണ്? ജനതാ ഗവൺമെൻറ്റാണ്. 1977 ഡിസംബറിലാണ് ഇതിൻ്റെ രൂപീകരണം. 1978 ഓഗസ്റ്റിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ആ റിപ്പോർട്ടിൽ 132 ശുപാർശകളുണ്ടായിരുന്നു. 132 ശുപാർശകളായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ പല പല ശുപാർശകളുണ്ട്. ഇനി അതെല്ലാം നമ്മൾ വഴിയെ പഠിക്കും. അപ്പോൾ ഈ കമ്മിറ്റിയെ നമ്മൾ പറയുന്നത് കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് പറയുന്നത്. എന്താണ് ഈ കമ്മിറ്റിയെ പറയുന്നത്? എന്താണ്? കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് പറയുന്നത്. ദ്വിതല പരിഷ്കാരമാണ് മുന്നോട്ട് വെച്ചത്. അതായത് ത്രിതലമൊക്കെ മാറ്റി വെച്ചിട്ട് പഞ്ചായത്തുകൾ ദ്വിതലം വരിക എന്ന് പറഞ്ഞാൽ 2 തലം വരിക എന്ന് പറയുമ്പോൾ ഒരു ജില്ലാതലവും ഗ്രാമതലവും നടുക്ക് എന്താണ് ബ്ലോക്ക് ഒന്നും വേണ്ട അങ്ങനെയുള്ളത്. അപ്പം ഗ്രാമവും ജില്ല. അപ്പോൾ ഗ്രാമതലത്തിനെ മണ്ഡൽ പരിഷത്ത് എന്നും ജില്ലാതലത്തിനെ ജില്ലാ പരിഷത്ത് എന്നും അവർ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അങ്ങനെ 2 പേരുകളാണ് ഇട്ടത്. ദ്വിതല പരിഷ്കാരമാണ് അവർ മുന്നോട്ട് വെച്ചത്. ഇവരെ പറയുന്ന പേര് കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഗ്രാമവും ജില്ല എന്ന് പറഞ്ഞു വെച്ചല്ലോ, ആ ജില്ലാ തലത്തിനാണ് ഏറ്റവും കൺട്രോൾ അവർ കൊടുത്തിരുന്നത്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അതോറിറ്റി ആയിട്ട് ജില്ലാ തലത്തിനെ മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് 132 ശുപാർശകളൊന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോറായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിലൊന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്തി രാജിന് ഭരണഘടനാപരമായിട്ടുള്ളൊരു അംഗീകാരം നൽകണം അല്ലെങ്കിൽ പദവി നൽകണമെന്ന് പറഞ്ഞു. ഓൾമോസ്റ്റ് നമ്മൾ പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കമ്മിറ്റികളും പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് ഈ ഒരു പേര് തന്നെയാണ് അല്ലെങ്കിൽ ഈ ഒരു നിർദ്ദേശം തന്നെയാണ് ഭരണഘടനാ പദവി. അതെല്ലാത്തിലും പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറയുന്നത് പി.കെ. തുക്കൻ കമ്മിറ്റിയൊക്കെ എത്തുമ്പോഴാണ്. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ദ്വിതലമാണ്. ഇതിൻ്റെ കോർ സബ്ജക്റ്റ് ഏതാണ്? അശോക് മേത്ത കമ്മിറ്റിയുടെ ഓരോന്നിനും കോർ സബ്ജക്ട്സ് ഉണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കാനുള്ളത്. ദ്വിതലമാണ്. ദ്വിതല ഭരണ പരിഷ്കാരമാണ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഇവിടെ ഭരണഘടനാ പദവി കൊടുക്കണമെന്ന് പഞ്ചായത്ത് രാജുകൾക്ക് ഭരണഘടനാ പദവി കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്ത് തലത്തിൽ എന്ത് ചെയ്യണം? തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്യണം? രൂപീകരിക്കണം. അവരിതിൽ ഇൻവോൾവ് ആവണം. അതേപോലെ തന്നെ തിരഞ്ഞെടുപ്പുകളും കാര്യങ്ങളൊക്കെ നടത്തണം. തിരഞ്ഞെടുപ്പ് നടത്തിയാൽ പോരാ, അതിന് കാര്യമായിട്ടുള്ള റിസർവേഷൻസ് കാര്യങ്ങളൊക്കെ വയ്ക്കണം. SC/STക്ക് ആനുപാത്യത്തിനനുസരിച്ചിട്ടുള്ള റിസർവേഷൻസ് വയ്ക്കുക. അതുപോലെ തന്നെ ഈ സ്ത്രീകൾക്കാണെങ്കിൽ 2 സീറ്റ് റിസർവ് ചെയ്യണം. എവിടേക്കായിരിക്കും 2 സീറ്റ്? ഒന്ന് ഗ്രാമതലത്തിലും ഒന്ന് ജില്ലാ തലത്തിലും. അങ്ങനെ 2 സീറ്റുകൾ എന്ത് ചെയ്യണം? റിസർവ് ചെയ്യണം ഓരോ തലത്തിലും വെച്ചിട്ട്. വനിതാ സംവരണം വേണം, SC/ST സംവരണം വേണം. ആനുപാതികം അടിസ്ഥാനമായിട്ട് എന്ത് ചെയ്യണം? അവർക്ക് SC/STക്ക് സംവരണം കൊടുക്കണമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. തെരഞ്ഞെടുപ്പ് നടത്തണം, സംഘടിപ്പിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക, ഭരണഘടനാ പദവി. അപ്പോൾ ഇതെല്ലാം നടത്തി കാര്യങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇതിന് ഇൻവോൾവ് ആവണം. തെരഞ്ഞെടുപ്പിൽ പാർട്ടികൾ പങ്കെടുക്കണമെന്ന് കമ്മിറ്റി ശുപാർശ ചെയ്തു. പാർട്ടികളുണ്ടെങ്കിലേ തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനെല്ലാം പങ്കെടുക്കണം എന്നുള്ളൊരു നിർദ്ദേശവും കാര്യങ്ങളും ഒക്കെ വയ്ക്കുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ഇതിന് ഒരു വകുപ്പ് മന്ത്രി ഉണ്ടായിരിക്കണം അല്ലേ. ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രം ഉണ്ടായാൽ മതിയോ? അല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷണറൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനെക്കുറിച്ച്? ഒരു വകുപ്പ് മന്ത്രി ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനെ പറ്റിയാണ് പറയുന്നത്? ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പഞ്ചായത്ത് രാജിന് വേണ്ടി മാത്രമായിട്ട് ഒരു വകുപ്പ് മന്ത്രി ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റിനാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത്. കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഡിസ്ട്രിക്റ്റാണ് മെയിൻ ലെവൽ ഓഫ് ഡീസെൻട്രലൈസേഷൻ അല്ലെങ്കിൽ മെയിൻ എക്സിക്യൂട്ടീവ് ബോഡി എന്ന് പറയുന്നത്. അപ്പം ഇവരാണ് പ്രധാനമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത്, മേൽനോട്ടം കൊടുക്കുന്നത്, കാര്യക്ഷമമായിട്ട് നടക്കുന്നത്. ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഇവരുടെ കീഴിലാണ്. ഇവരാണ് ഇതിനെല്ലാം കൺട്രോൾ കൊടുക്കുന്നത്. എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും നിയന്ത്രണവും മേൽനോട്ടവും ഒക്കെ ഇവരുടെ കീഴിലാണെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? ജില്ലാ പരിഷ്കരണം ഒക്കെ പിന്നെ ഈ വികസന പ്രവർത്തനങ്ങളിലും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള കമ്മിറ്റികൾക്ക് അല്ലെങ്കിൽ ജില്ലാ പരിഷത്തിനൊക്കെ എന്ത് ചെയ്യണം? കൈമാറണമെന്നാണ് പറഞ്ഞിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങൾ എപ്പോഴും ഡീസെൻട്രലൈസ്ഡ് ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന തലത്തിൽ നിന്നും എങ്ങോട്ട്? ജില്ലാ
പരിഷത്തിലേക്ക് വികസന പ്രവർത്തനങ്ങൾ കൈമാറി അങ്ങനെ വേണം, ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് വേണം എപ്പോഴും പ്രവർത്തിക്കാൻ. മെയിൻ എക്സിക്യൂട്ടീവ് ബോഡി ഇവരായിരിക്കണം, ജില്ലാതലമായിരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇവർ ഗ്രാമം, ഞാൻ പറഞ്ഞില്ലായിരുന്നു മണ്ഡൽ പരിഷത്ത് എന്ന് പറഞ്ഞില്ലേ, ആ മണ്ഡൽ പരിഷത്ത് എന്ന് പറയുന്ന ഒരു ഗ്രാമം ഉണ്ടാവണമെങ്കിൽ, ഒരു ഗ്രാമം ഫോം ചെയ്യണമെങ്കിൽ അവിടെ ഇത്ര തൊട്ട് ഇത്ര വരെ ജനസംഖ്യ വേണമെന്ന് അശോക് മേത്ത കമ്മിറ്റി പറയുന്നുണ്ട്. അതായത് 15,000 മുതൽ 20,000 വരെ ജനസംഖ്യയുള്ള ആളുകൾ. അപ്പം ജനസംഖ്യയുള്ള ആളുകളല്ല, ജനസംഖ്യ എന്ന് പറഞ്ഞാൽ മതി അല്ലേ, ജനസംഖ്യ അല്ലെങ്കിൽ ജനങ്ങളടങ്ങുന്ന ഒരു കൂട്ടം ഗ്രാമം. 15,000 തൊട്ട് 20,000 വരെ ആളുകൾ വേണം, ജനസംഖ്യ വേണം അവിടെ. അപ്പോൾ അത്രയും ആളുകളുള്ള ഒരു ഗ്രാമത്തിനെയാണ് നമ്മൾ ഗ്രാമമായിട്ട് കൺസിഡർ ചെയ്യുന്നതെന്നാണ് അശോക് മേത്ത പറഞ്ഞത്. അങ്ങനെയുള്ള മണ്ഡൽ പരിഷത്തുകളാണ് ഫോം ചെയ്യേണ്ടത്. ഓരോ ഗ്രാമത്തിലെയും ജനസംഖ്യ എത്രയായിരിക്കണം? 15,000 തൊട്ട് 20,000 വരെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. പഞ്ചായത്തി രാജിന് ജനങ്ങളുടെ പിന്തുണ സ്വരൂപിക്കാൻ സന്നദ്ധ ഏജൻസി പ്രധാന പങ്ക് വഹിക്കണം എന്ന് ഇവർ പറയുന്നുണ്ട്. അതായത് പഞ്ചായത്തി രാജിന് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്നില്ല. ജനങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് കുറേ സന്നദ്ധ സംഘടനകളൊക്കെ ഇറങ്ങി പ്രവർത്തിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ അവർ പ്രധാന പങ്ക് വഹിക്കണമെന്ന് ഇവർ നിർദ്ദേശിക്കുന്നുണ്ട്. വികസന പ്രവർത്തനങ്ങൾ ജില്ലാ പരിഷത്തിന് കൈമാറണം സംസ്ഥാന ഗവൺമെൻറ് എന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെ സർക്കാർ അസാധുവാക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം പറയുന്നുണ്ട്. അവർ ഓട്ടോണോമസ് ആണല്ലേ, അതായത് സ്വന്തമായിട്ട് നികുതി പിരിച്ചിട്ട് അവർക്ക് കെട്ടിട നികുതിയൊക്കെ പിരിക്കാനുള്ള അവകാശങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ പഞ്ചായത്തുകൾക്ക്. അപ്പോൾ അത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. നികുതി ടാക്സൊക്കെ പിരിക്കാനുള്ള അധികാരങ്ങളെല്ലാം ഉണ്ട്, ഓട്ടോണോമസ് ആണ്. അപ്പോൾ ഇവരെ അസാധുവാക്കരുതെന്ന് പറയുന്നുണ്ട്. ഇനി അങ്ങനെ അസാധുവാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സസ്പെൻഡ് ചെയ്യുകയോ ഡിസോൾവ് ചെയ്യുകയോ ചെയ്തു, എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഡിസോൾവ് ചെയ്യാം, സസ്പെൻഡ് ചെയ്യാം, അങ്ങനെ വെക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം? നെക്സ്റ്റ് ഇലക്ഷൻ 6 മാസത്തിനുള്ളിൽ നടക്കണം. അതിപ്പോഴും നടക്കുന്ന കാര്യമല്ലേ. അത് നടന്നൊരു കാര്യമാണ് നമുക്ക് പറയാം. 1992 73rd അമെൻമെൻറ്റ് വഴി കൊണ്ടുവന്ന നിർദ്ദേശങ്ങളിലുള്ള ഒരു കാര്യത്തിൽ ഇതും വരുന്നുണ്ട്. 6 മന്ത്സിനുള്ളിൽ എന്ത് നടത്തണം? നെക്സ്റ്റ് ഇലക്ഷൻ നടത്തണം. അത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുമായിട്ടൊക്കെ കൂടിയാലോചിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനെന്ന് കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെ എന്ത് ചെയ്യരുത്? സർക്കാർ അസാധുവാക്കരുത്. എന്തെങ്കിലും പ്രശ്നം പറ്റി പോയി കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ റീ ഇലക്ഷൻ നടക്കുക. അതുപോലെ തന്നെ റെക്കമെൻഡഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റസ് ഓൾസോ, കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റസ് ഞാൻ പറഞ്ഞു ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നെന്ന്. അതുപോലെ തന്നെ സെപ്പറേറ്റ് മിനിസ്റ്റർ ഓഫ് പഞ്ചായത്ത് രാജ് ആൻഡ് സ്റ്റേറ്റ്, അതും ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അതുപോലെ പഞ്ചായത്തുകൾക്ക് സ്വന്തമായിട്ടൊരു ഫിനാൻഷ്യൽ പവർ വേണം, സാമ്പത്തികമായിട്ടുള്ളൊരു പവറും കാര്യങ്ങളും ഒക്കെ വേണം. അവർക്ക് ടാക്സ് ഇമ്പോസ് ചെയ്യാനും ഫണ്ട്സൊക്കെ ജനറേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരുപാട് വഴികൾ ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. ബൈ ഇമ്പോസിങ് ടാക്സ് ആൻഡ് ജനറേറ്റ് ഫണ്ട്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഫണ്ടുകൾ ജനറേറ്റ് ചെയ്യാനും ടാക്സുകൾ ഇമ്പോസ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു വഴി തുറന്നു കൊടുക്കുക എന്നുള്ളതാണ്. ഓൺ ഫിനാൻഷ്യൽ പവേഴ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നിർബന്ധിത നികുതി അധികാരം ഇവരിൽ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ റെഗുലർ സോഷ്യൽ ഓഡിറ്റ്, ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ പൈസ നികുതി പിരിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ പോലും അത് കറക്റ്റായിട്ടാണോ ഇവർക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി തന്നെ വിനിയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യണം. സോഷ്യൽ ഓഡിറ്റിംഗ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രക്രിയയിൽ ആരൊക്കെ ഇൻവോൾവ് ആവണം എന്നുകൂടി പറയുന്നുണ്ട്. അതായത് നമ്മുടെ നമ്മുടെ ജില്ലാതലത്തിലുള്ളവരും അതുപോലെ തന്നെ നമ്മുടെ നിയമസഭാ സമിതികൾ ഇവരൊക്കെ തന്നെ ഈ ഒരു മേൽനോട്ടം വഹിക്കണമെന്നാണ് പറഞ്ഞത് സോഷ്യൽ ഓഡിറ്റിങ്ങിൽ. അതായത് ജനങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റണം അവരുടെ ഫണ്ട്സ്, അവരിൽ നിന്ന് പിരിച്ചു കിട്ടുന്ന പൈസ കൊണ്ടുണ്ടാക്കുന്ന ഫണ്ട്സ് വെച്ചിട്ട് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ. അങ്ങനെ സോഷ്യൽ ഓഡിറ്റിംഗ് സംവിധാനങ്ങളുണ്ട്. സസ്പെൻഡഡ് ഓർ ഡിസോൾവ്ഡ് നെക്സ്റ്റ് ഇലക്ഷൻ വിത്തിൻ 6 months ബൈ ഡിസ്കസിങ് വിത്ത് ചീഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഹനുമന്തറാവു കമ്മിറ്റിയാണ്. അതിൽ വലിയതായിട്ട് പഠിക്കാനൊന്നുമില്ല. 1983 ഹനുമന്തറാവു കമ്മിറ്റി വരുന്നത്. പ്ലാനിംഗ് കമ്മീഷനാണ് അവർ നിയോഗിച്ചത്. അപ്പോൾ ഞാൻ ആദ്യത്തെ പറഞ്ഞ അശോക് മേത്ത കമ്മിറ്റി ജനതാ പാർട്ടിയാണ് നിയോഗിച്ചത്. ഹനുമന്തറാവു കമ്മിറ്റി പ്ലാനിംഗ് കമ്മീഷനാണ് നിയോഗിക്കുന്നത്. 1983 നിയോഗിച്ചത്. ജില്ലാതല ആസൂത്രണത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ച കമ്മിറ്റിയാണ്. പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ തന്നെ പ്ലാനിംഗ് ആസൂത്രണമാണ്. അപ്പോൾ ജില്ലാതല ആസൂത്രണത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയാണ്. അപ്പോൾ അവരുടെ ഫുൾ ഫോക്കസ് എന്തിലായിരിക്കും? ജില്ലാതലത്തിലായിരിക്കും അല്ലേ. അപ്പോൾ നിർദ്ദേശങ്ങളും അതനുസരിച്ചായിരിക്കും. ജില്ലാ ആസൂത്രണ സെല്ലുകൾ രൂപീകരിക്കണമെന്ന് പറഞ്ഞു. അതിനകത്ത് കുറേ പ്രൊഫഷണൽസിനെയൊക്കെ വെച്ചിട്ട്. അതുപോലെ ജനപങ്കാളിത്തം കൂടുതലായിട്ട് വർദ്ധിപ്പിക്കണമെന്നുള്ള ആശയമൊക്കെ മുന്നോട്ട് വെച്ചു. ജില്ലാ ആസൂത്രണ സമിതികൾ രൂപീകരിക്കണം. അത് ആരുടെ കീഴിലായിരിക്കണം? ഡിസ്ട്രിക്ട് കളക്ടർ അല്ലെങ്കിൽ സ്റ്റേറ്റ് മിനിസ്റ്ററിൻ്റെ കൺട്രോളിലായിരിക്കണം. അപ്പോൾ ജില്ലാതല വികസന പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ജില്ലാ കളക്ടർക്കാണ്. സംസ്ഥാനത്തിൽ നിന്ന് ജില്ലാതലത്തിലേക്ക്
ആസൂത്രണ യൂണിറ്റുകളിലേക്ക് ആസൂത്രണ പ്രവർത്തനം വികേന്ദ്രീകരിക്കണമെന്നാണ് പറഞ്ഞത്. ഡീസെൻട്രലൈസ് ചെയ്യണം, സംസ്ഥാനത്തിൽ നിന്ന് ജില്ലാതലത്തിലേക്ക് പിന്നെ പല പല ആസൂത്രണ യൂണിറ്റുകളിലേക്കും ഒക്കെ ആയിട്ട് സെല്ലുകളൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ആസൂത്രണം എന്ത് ചെയ്യണം, വികേന്ദ്രീകരിച്ച് ഇങ്ങനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പോയിന്റ്സേ ഉള്ളൂ. ഒന്നുകൂടെ പറയാം. ഹനുമന്തറാവു കമ്മിറ്റി എന്ന് പറഞ്ഞാൽ 1983 രൂപം കൊണ്ടത്. 1983 ആ വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആരാണ് നിയമിച്ചതെന്നും ഉള്ളത് നോട്ട് ചെയ്യുക. പ്ലാനിംഗ് കമ്മീഷൻ എന്തിനു വേണ്ടിയായിരുന്നു? ജില്ലാതല ആസൂത്രണം. ബാക്കിയുള്ള പോയിന്റ്സ്, ഈ 3 പോയിന്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടും. അതായത് ജില്ലാതല ആസൂത്രണ സെല്ലുകൾ രൂപീകരിക്കുക എന്നുള്ള പ്രൊഫഷണൽസിനെ വെച്ച്, അതുപോലെ സമിതി രൂപീകരിക്കുക. അതിൻ്റെ ഹെഡ് ആരായിരിക്കും? ജില്ലാ കളക്ടർ അല്ലേ? ജില്ലാ കളക്ടറാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് മിനിസ്റ്റർ ആവാം. ജില്ലാ കളക്ടറിനാണ് ഇതെല്ലാം ഏകോപിച്ച് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം. എപ്പോഴും ഡീസെൻട്രലൈസ്ഡ് ആയിരിക്കണം പോവുക. സംസ്ഥാനത്തിൽ മാത്രം ഒതുങ്ങി പോവാതെ ജില്ലാതലത്തിലേക്കൊക്കെ ഇത് ആസൂത്രണ യൂണിറ്റുകളിലേക്കും ഒക്കെ ഇത് വരണം. ആസൂത്രണ പ്രവർത്തനം വികേന്ദ്രീകരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്.